ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിൽ നടന്ന സർവധർമ്മ പ്രാർത്ഥനാ സഭയിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. നവകേരളത്തിലേക്കുള്ള മുന്നേറ്റങ്ങളിൽ ഒരാളും പിന്തള്ളപ്പെടാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ ഹബ്ബായി മാറുകയാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. വിജയദശമി ദിനത്തിൽ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും നടന്ന വിദ്യാരംഭത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം നുകർന്ന് ആയിരക്കണക്കിന് കുരുന്നുകൾ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസൺ മത്സരങ്ങൾ ഇന്നു മുതൽ കോഴിക്കോട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156ാം ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. ന്യൂഡൽഹിയിലെ ഗാന്ധി സ്മൃതിയിൽ അല്പം മുമ്പ് നടന്ന സർവധർമ്മ പ്രാർത്ഥനാ സഭയിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഭജൻ മാന്ത്രികൻ അനൂപ് ജലോട്ട, നിരവധി സ്കൂൾ കുട്ടികൾ എന്നിവർ ചടങ്ങിൽ ഭജനകൾ ആലപിച്ചു. ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര തലത്തിൽ അഹിംസാ ദിനമായും ആചരിച്ചുവരുന്നു. രാഷ്ട്ര സമർപ്പിത സേവനത്തിന്റെ 100 വർഷം പൂർത്തിയാക്കിയ RSSനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിൽ RSSന്റെ നിർണായക പങ്കും ഇന്ത്യയുടെ നാഗരിക മൂല്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള അചഞ്ചല പ്രതിബദ്ധതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. വിജ്ഞാനാധിഷ്ഠിത നവകേരളത്തിലേക്കുള്ള മുന്നേറ്റങ്ങളിൽ ഒരാളും പിന്തള്ളപ്പെടരുതെന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വിജ്ഞാനാധിഷ്ഠിത നവകേരളത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റങ്ങളിൽ പട്ടിക വിഭാഗക്കാരായ ആരും പിന്തള്ളപ്പെടരുത് എന്നാണ് നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്നത്. കേരളം വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ ഹബ്ബായി മാറുകയാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ 5ാമത് സ്ഥാപക ദിനാഘോഷം കൊല്ലം കുരീപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലോകത്തെവിടെയിരുന്നും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ അവസരമൊരുക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രാജ്യത്തെ തന്നെ മാതൃകാ സർവകലാശാലയായി മാറിയതായും ശ്രീ കെ.എൻ. ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് സായി LNCPEയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ 6.0 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കവടിയാർ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, പരിശീലകർ, ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനകളിലെ അംഗങ്ങൾ ഉൾപ്പെടെ 700-ലധികം പേർ പങ്കാളികളായി. നവരാത്രിയുടെയും ദുർഗാപൂജയുടെയും പരിസമാപ്തി കുറിച്ച് രാജ്യം ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു. ന്യൂഡൽഹി മാധവദാസ് പാർക്കിൽ അല്പം മുൻപ് നടന്ന ദസറ ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. സംസ്ഥാനത്ത് നടന്ന വിദ്യാരംഭ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. തിരുവനന്തപുരത്ത് പൂജപ്പുര നവരാത്രി മണ്ഡപം, ആറ്റുകാൽ ക്ഷേത്രം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, മലപ്പുറത്ത് തുഞ്ചൻ പറമ്പ്, വള്ളത്തോൾ സ്മാരക കേന്ദ്രം, കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും നടന്ന ചടങ്ങുകളിൽ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി. ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ആസ്ഥാനത്ത് വിവിധ ആധുനിക സൈനിക ഉപകരണങ്ങളുടെ പൂജ നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് വിദ്യാരംഭ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മാഹി, ലക്ഷദ്വീപ് തീരപ്രദേശങ്ങളിലും മൈ ഭാരത് വളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും നടത്തി. തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞം മേരാ യുവഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അനിൽകുമാർ എം ഉദ്ഘാടനം ചെയ്തു. വിവിധ യുവജന സന്നദ്ധ സംഘടനകളിലെയും കോളേജുകളിലെയും യുവതീ യുവാക്കൾ പങ്കെടുത്തു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ നക്സൽ മുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം നേടുന്നതിനായി കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങളാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ഇടതു തീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ പദ്ധതികൾ 100% നടപ്പിലാക്കുന്നതിലൂടെ നക്സൽ ബാധിത പ്രദേശങ്ങളുടെ പൂർണ്ണ വികസനത്തിനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ ഇപ്പോൾ ഹരിത വികസനത്തിന്റെ ഇടനാഴികളായി മാറിയതായി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. कभी 125 से ज्यादा जिलों में नक्सलवाद अपनी जड़ें जमा चुका, माओवाद की चंगुल में हमारे जनजातीय क्षेत्र, हमारे जनजातीय नौजवान फंसे हुए थे और आज 125 जिलों में से कम होते होते हम 20 पर ले आए. उन जनजातीय समाज की सबसे बड़ी हमने सेवा की. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച GST ഇളവുകൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനകരമാവുകയാണ്. സ്പ്രിംഗ്ലറുകൾ, ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ തുടങ്ങിയ കാർഷിക ഉപകരണങ്ങളുടെ നികുതി നിരക്ക് 5% കുറച്ചതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിക്കും. ജൈവ കീടനാശിനികളുടെയും വളങ്ങളുടെയും നികുതി നിരക്ക് 5% കുറച്ചതും കർഷകർക്ക് സഹായകമാകും. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ കാലത്തിന് ഇന്ന് സമാപനമായി. ജൂലൈ 11 ആരംഭിച്ചപ്പോൾ മുതൽ ഇതുവരെ 524 വഴിപാട് സദ്യയാണ് നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ഭക്തരുടെയും സഹകരണത്തോടെ ആറന്മുള പള്ളിയോട സേവാ സംഘമാണ് വള്ളസദ്യയ്ക്ക് നേതൃത്വം നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ മുഴങ്ങിയ ആറന്മുള പാർത്ഥസാരഥിക്ക് മുന്നിലെ ഇത്തവണത്തെ വള്ളസദ്യ കാലത്തിനാണ് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപനമായത്. ഏറ്റവും കൂടുതൽ വഴിപാട് വള്ളസദ്യകൾ നടന്ന വർഷം കൂടിയാണിതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 1.5 ലക്ഷത്തിലധികം പേർ വഴിപാട് വള്ളസദ്യയിൽ പങ്കാളികളായെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ കണക്കുകൾ പറയുന്നത്. KSRTCയുടെ ബജറ്റ് ടൂറിസം തീർത്ഥയാത്ര വഴി 15,000 പേർ ക്ഷേത്ര ദർശനം നടത്തി വള്ളസദ്യയിൽ പങ്കെടുത്തു. അടുത്ത വർഷത്തേക്കുള്ള വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 2026 ജനുവരിയിൽ ആരംഭിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണ് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ തുടക്കം. ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായി. ഇന്ന് 8 നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. 2 മാസത്തിലധികം നീണ്ടുനിൽക്കുന്ന ലീഗിൽ ഫൈനൽ അടക്കം 33 മത്സരങ്ങളാണ് ഉള്ളത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 121 റൺസ് എന്ന നിലയിലാണ്. അഹമ്മദാബാദിൽ ഇന്ന് രാവിലെ ആരംഭിച്ച മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിംഗ്സിൽ 162 റൺസിന് പുറത്താവുകയായിരുന്നു. പരമ്പരയിലെ 2ാമത്തെ ടെസ്റ്റ് മത്സരം ഈ മാസം 10 മുതൽ ഡൽഹിയിൽ നടക്കും. വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കണ്ണൂർ മുഴുപ്പിലങ്ങാട് സംഘടിപ്പിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചാമ്പ്യൻഷിപ്പിൽ അഴീക്കോടൻ അച്ചാംതുരുത്തി ജേതാക്കളായി. ന്യൂഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂഡൽഹിയിലെ സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജിൽ പഠിക്കുന്ന കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് പോലീസ് മർദ്ദനമേറ്റത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ചലച്ചിത്ര താരം മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടി മറ്റന്നാൾ വൈകിട്ട് 5 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ശ്രീ മോഹൻലാലിനെ ആദരിക്കും. മംഗളൂരു സെൻട്രലിൽ നിന്ന് നാളെ യാത്ര പുറപ്പെടുന്ന മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനിൽ സ്ലീപ്പർ കോച്ചുകളിൽ 291 സീറ്റുകൾ ഒഴിവുണ്ടെന്ന് ദക്ഷിണ റെയിൽവേ. പൂജാ അവധിക്കാലത്തെ യാത്രാ ദുരിതം ലഘൂകരിക്കുന്നതിന് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 400 രൂപ താഴ്ന്ന് 87,040 രൂപയും ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 10,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിൽ നടന്ന സർവധർമ്മ പ്രാർത്ഥനാ സഭയിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. നവകേരളത്തിലേക്കുള്ള മുന്നേറ്റങ്ങളിൽ ഒരാളും പിന്തള്ളപ്പെടാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ ഹബ്ബായി മാറുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. വിജയദശമി ദിനത്തിൽ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും നടന്ന വിദ്യാരംഭത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം നുകർന്ന് ആയിരക്കണക്കിന് കുരുന്നുകൾ.
സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസൺ മത്സരങ്ങൾ ഇന്നു മുതൽ കോഴിക്കോട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.